നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഒ.പി. ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും. പുതിയ ഒ.പി. ബ്ലോക്കിന് 89.64 ലക്ഷം രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് NHM ഫണ്ടിൽ ചിലവഴിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ സാധ്യമാക്കിയിട്ടുള്ളത്. നേത്രവിഭാഗം തിയേറ്ററിലേക്കുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ച് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. എക്സൈസ് വകുപ്പിനോട് ചേർന്നുകൊണ്ട് വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ ലാബ് നമ്മൾ നവീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. ആദ്യം 7 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. പിന്നെ 25 ഡയാലിസിസ് ചെയറുകൾ സ്ഥാപിച്ചു, ഇലക്ട്രോണിക് ചെയറുകൾ. അതുകൂടാതെ നമുക്ക് ജനറേറ്റർ, അനുബന്ധ സൗകര്യങ്ങൾ, 5 വെന്റിലേറ്ററുകൾ, 2 പോർട്ടബിൾ വെന്റിലേറ്ററുകൾ, ICU ആംബുലൻസ്, ഒരു BLS ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇതൊക്കെ ലഭ്യമാക്കി. ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. 16 കോടി രൂപ ഉപയോഗിച്ച് പുതിയ മാതൃ ശിശു ബ്ലോക്കിൻ്റെ നിർമ്മാണം നമ്മൾ പുനരാരംഭിച്ചു. 2016 നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇതിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. DSR റേറ്റിലൊക്കെ വ്യത്യാസമുണ്ടായി. അധികമായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ അധിക ഫണ്ട് കൂടി കണ്ടെത്തിക്കൊണ്ട് 16.5 കോടി രൂപ അനുവദിച്ച് വളരെ വേഗം ആ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ, സാധാരണക്കാരായ 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഈ ബ്ലോക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അടുത്തിടെയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഡിസംബറോടുകൂടി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. 2015 ശേഷം ജില്ലാ ആശുപത്രിയിൽ പുതിയ നിയമങ്ങൾ ഒന്നും തന്നെ വരാതിരുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പുതിയ തസ്തികകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ജില്ലാ പഞ്ചായത്തിന് കൈമാറിക്കിട്ടിയതിനു ശേഷം നിരവധിയായ പ്രവർത്തനം, 20 കോടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. നിങ്ങൾക്കറിയാം, ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു 20 കോടി ബഡ്ജറ്റ് പ്രൊവിഷൻ വെച്ച് വരണമെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ തന്നെ നമുക്ക് മദർ ആൻഡ് ചൈൽഡ്, അന്ന് നമ്മൾ തറക്കല്ലിട്ട് പണി തുടങ്ങിയതാണ്. മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അന്ന് 10 കോടി രൂപ. അത് BSLന് വർക്ക് കൊടുത്തു, വർക്ക് തറക്കല്ലിട്ട് വർക്ക് തുടങ്ങി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് 2016 ശേഷം ആ പണി അതേപോലെ ഇരിക്കുന്നതായിരുന്നു. പിന്നീട് ഒന്ന് ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ട് NHM അത് ഈ അടുത്ത കാലത്ത് ദീർഘകാലം, എനിക്ക് തോന്നുന്നു 6-7 വർഷം അത് വൃദ്ധപ്രായമായി കിടന്നു. അതിനുശേഷം ഇപ്പോ അത് രണ്ടാമതും 16 കോടിയായി എസ്റ്റിമേറ്റ് ഒക്കെ റിവിഷൻ ചെയ്തു. ഈ ഗവൺമെന്റ് അത് ഈ താഴത്തെ ക്വാർട്ടേഴ്സ് ഒക്കെ പൊളിക്കാൻ അത് ഭയങ്കര പ്രയാസമായിരുന്നു. ക്വാർട്ടേഴ്സ് ഒക്കെ പൊളിച്ച് സ്ഥലമൊക്കെ കണ്ടെത്തി വർക്ക് തുടങ്ങി. ബിൽഡിങ്ങിന്റെ വർക്ക് നന്നായി ഉഷാറായിട്ട് പോകുന്ന സമയമുണ്ടായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, NHM DPM ഡോക്ടർ TN അനൂപ്, സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ഡോക്ടർ KK പ്രവീണ, ജില്ലാശുപത്രി ജീവനക്കാർ, HMC അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.